എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Page of Pentacles, Four of Pentacles, Chariot, Queen of Swords, Six of Pentacles, Wheel of Fortune. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവേ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറാനുള്ള സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് ജോലി ഇല്ലാത്തവരാണെങ്കിൽ പുതിയ ജോലി ലഭിക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ജോലി ഇല്ലാതെ ഇരിക്കുന്നു. അപ്പോൾ വിദേശ രാജ്യത്തു നിന്നൊക്കെ വന്നിട്ടുള്ളവര്, ജോലി നഷ്ടമായിട്ടുള്ളവര്, പല കാരണങ്ങളും ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ തിരിച്ചു പോകാൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് വീണ്ടും നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ഒരു സാഹചര്യം. പിന്നെ പുതിയ ജോലി ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ സർക്കാർ ജോലിയൊക്കെ ലഭിക്കാനുള്ള ഒരു അവസരം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരാണെങ്കിൽ ഈ ഒരു സമയം, റിസൾട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ നല്ല പ്രതീക്ഷയുള്ള ഒരു മാസമാണ്. റിസൾട്ട് വിജയസാധ്യതകൾ വളരെയേറെ നിൽക്കുന്ന സമയമാണ്. ജോലി സംബന്ധിച്ചിട്ടല്ലാതെ വിദ്യാഭ്യാസ കാര്യമായിട്ട് സ്കോളർഷിപ്പ്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യത, വിജയസാധ്യത, പരീക്ഷയിൽ വിജയസാധ്യത കൂടി നിൽക്കുന്ന സമയമാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒന്നും പോയി പഠിക്കാതെ എഴുതിയിട്ടുള്ളവർക്ക് വെറുതെ പാസ്സാവാം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വിജയസാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വിജയിക്കുമല്ലോ എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ ചിത്ര റാങ്കിനുള്ളിൽ വരണമെന്നുണ്ട്. അപ്പോൾ ഒരു മാർക്ക് കുറഞ്ഞാൽ ഒരു സിറ്റുവേഷൻസ് വന്നിട്ട് അതിന് താഴേക്കും പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ വിജയസാധ്യതകൾ കൂടുതൽ ആയിട്ട് നിൽക്കുന്ന സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് കൂടിയിട്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിലൊരു വ്യക്തി നിങ്ങളുടെ ജോലിക്ക് പോകേണ്ടുന്ന പ്രായമായി, അദ്ദേഹത്തിന് ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല എന്നത് വെച്ചിട്ട് ഒരു ജോലിക്കും പോകാതെ ഇരിക്കുന്നവരെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഉണ്ടാക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. അതല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അനാവശ്യമായിട്ട് വെറുതെ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല എന്നതുകൊണ്ട് മറ്റൊരാളുടെ ചെലവിൽ കഴിയാം എന്നുള്ളൊരു ചിന്ത വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റാരോടെങ്കിലും, മക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, നിങ്ങൾ പറയാനുള്ള സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഫോർ ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വളരെ പിശുക്കരാണ്, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും സഹായിക്കില്ല എന്നൊക്കെയുള്ള പഴി കേൾക്കേണ്ടി വന്നേക്കാം. പക്ഷെ മറ്റുള്ളവർ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ നടക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് പഴി കേൾക്കേണ്ടി വരുന്നത് നിങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മറ്റുള്ളവർ പഴി പറഞ്ഞതുകൊണ്ട് മാത്രം അതായത് ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ പൊതുവെ കാണുന്ന ഒരു സാഹചര്യമാണ് കുടുംബത്തിൽ ഇളയ സഹോദരങ്ങളായിരിക്കും, ചിലപ്പോൾ മക്കളായിരിക്കും. അവരുടെ ഒരു പ്രായം കഴിഞ്ഞാൽ ആഗ്രഹിച്ച ജോലി അല്ല എങ്കിൽ കൂടിയും ചെറിയ ജോലിയിൽ തൽക്കാലത്തേക്ക് അവനവന് വേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് അത് അവനവന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് പലപ്പോഴും പലർക്കും മനസ്സിലാകാറില്ല എന്നുള്ളതാണ്. ഇപ്പോഴും പലരും അങ്ങനെയാണ് ജീവിക്കുന്നത്. അത് മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സമയമാണ്. അത് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരത് മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ ഫ്രീ ആയിട്ട് ദർ ഇസ് നോ ഫ്രീ ലഞ്ച് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിശുക്കരാണെന്നുള്ളൊരു ആരോപണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലരിൽ നിന്ന് കേൾക്കാം, അല്ലെങ്കിൽ അറുത്ത കൈക്കുപ്പ് തേൽക്കാത്തവരാണ് എന്നുള്ളൊരു ആരോപണവും കേൾക്കാൻ സാഹചര്യം ഇവിടെ സാധ്യമാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ചെറിയ എനർജിയാണ്. ലൈഫ്
വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങളുടെ പെട്ടെന്ന് ഉയർച്ചയിലേക്കുള്ള പടി കടന്ന് അല്ലെങ്കിൽ ഉയർച്ചയിലേക്കുള്ള കുതിപ്പാണ് കാണിക്കുന്നത് ഇവിടെ. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളിൽ നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നേടാനുള്ള അവസരമുണ്ട്. വാഹനം വാങ്ങിക്കാനായിട്ട് കുറച്ച് നാളായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ സാമ്പത്തികമായിട്ട് പലപ്പോഴും അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പല പല പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിൽ ചില ആളുകൾ, നിങ്ങളിപ്പോൾ കൂട്ടുകുടുംബമായിട്ടായിരിക്കും താമസിക്കുന്ന, കുടുംബത്തിന്റെ ഭാരം മുഴുവൻ നിങ്ങളുടേതായിരിക്കാം. ഒരു പക്ഷെ ആ ഒരു ഭാരം അതൊരു ഭാരം തന്നെയാണ്. മറ്റാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്താ പറയാ, മുഴുവൻ പണിയും നിങ്ങൾ രാത്രിയും പകലും ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും സാമ്പത്തികമായിട്ട് സ്വന്തമായിട്ട് പ്രതിസന്ധികളൊന്നുമില്ല, മറിച്ച് മറ്റാളുകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടുള്ള പ്രതിസന്ധികളാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരു പക്ഷെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തേക്കാം. ഒരുപക്ഷെ ഒരു വാടക വീട്ടിലേക്ക് മാറുകയോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എടുക്കുകയും ഒരു കാറ് എന്നുള്ളൊരു സ്വപ്നം നിങ്ങൾ കാറ് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പലർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചത് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കുന്നത് ഒഴിവാക്കുന്ന സിറ്റുവേഷൻ. അതേപോലെ തന്നെ ജോലിയിൽ ശമ്പള വർധനവ് ഉണ്ടാകുന്നുണ്ട്, പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഹയർ പൊസിഷനിൽ, മാനേജറൽ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു അവസരവും കൂടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ആഗ്രഹിച്ചൊരു വണ്ടി മേടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ അതിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഹയർ പൊസിഷനിലേക്ക് പോകുമ്പോൾ കമ്പനി വാഹനം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാവാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ കൂടിയിട്ടാവാം ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങളുടേതായിട്ടുള്ളൊരു വാഹനം, നിങ്ങൾക്ക് ഒരു കാറ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ളൊരു സൂചന ഇവിടെ തരുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. പിന്നെ പറയുകയാണെങ്കിൽ ക്യൂൺ ഓഫ് സോർട്സ് എനർജിയാണ്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. ഈ അക്കാഡമിക്സിൽ പ്രത്യേകിച്ച് പ്രൊഫസർ, ലെക്ചറർ, ടീച്ചർ അതുപോലുള്ള അധ്യാപക വൃത്തിയിൽ ഉള്ളവർക്ക് അതിനുള്ള സാധ്യത, അതേപോലെ റിസർച്ച് ഫീൽഡിൽ നിൽക്കുന്നവർക്കുള്ള സാധ്യതകൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അതുപോലുള്ള ഇടങ്ങളിൽ ഒക്കെ സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയമാണ് കൂടുതലായിട്ടും. പിന്നെ ഇതുപോലെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിൽക്കുന്ന ഫീൽഡിൽ സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അങ്ങനെയുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ച കൂടുതലുള്ളവരാണ്. മറ്റുള്ളവർക്ക് ഉയർച്ച ഇല്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് സാധ്യത ഏറി നിൽക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ രഹസ്യ സ്വഭാവമുള്ള ജോലികൾ, ഇപ്പോൾ പോലീസിലോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള സ്വഭാവമുള്ള ജോലികൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയപ്പെടാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 6 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്, പണമിടപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. അതായത് ലോണിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്ത് തരത്തിലുള്ള ലോണായാലും, ഇപ്പോൾ വാഹനത്തിനായാലും, വിദ്യാഭ്യാസത്തിന് എഡ്യൂക്കേഷണൽ ലോണായാലും, വീട് വയ്ക്കാനുള്ള ലോണായാലും, ലോൺ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ലോൺ കിട്ടാൻ എളുപ്പമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുക. ഈ ഒരു മാസം, പ്രത്യേകിച്ച് ഈ ഒരു മാസം നല്ല സമയമാണ്, ലോൺ സാധ്യതയുള്ള ഒരു സമയം ഇതാണ്. പ്രത്യേകിച്ച് വീട് വയ്ക്കുന്നത് സംബന്ധിക്കുന്ന കാര്യത്തിൽ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മാസം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതേപോലെ വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. അപ്രതീക്ഷിതമായിട്ട് തന്നെ ധനലാഭവും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീടൊന്നും ഭാഗം വെച്ചിട്ടില്ല എങ്കിൽ ഭാഗം വെപ്പൊക്കെ നൽകുക, അതേപോലെ സ്ഥലം, വീട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീതിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. അപ്പോൾ അതായത് നമ്മളായിട്ട് സമ്പാദിച്ചതല്ലാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. ഈ അത് സൂചിപ്പിക്കുന്ന ഒരു ലക്കി ബ്രേക്ക് ആണ് നിങ്ങളിൽ പലർക്കും. ഒരു പക്ഷേ ഇവിടെ നമുക്ക് ലക്കി ബ്രേക്കൊക്കെ ആവശ്യമുള്ളൊരു ഫീൽഡ്, ഇപ്പോൾ നിങ്ങളൊരു മ്യൂസീഷ്യനാണ്, നിങ്ങളൊരു കലാകാരനാണ്, എന്തെങ്കിലും സിനിമ സീരിയൽ ഫീൽഡിൽ നിൽക്കുന്നവരെ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആക്ടറാണ്, അതേപോലെ എന്തെങ്കിലും ഫീൽഡ്, സിനിമ സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക, അങ്ങനെയുള്ളവർക്കൊരു ലക്ക് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ലക്ക് പെട്ടെന്ന് സാമ്പത്തികമായിട്ട് മുന്നേറാൻ പറ്റുന്ന തലത്തിൽ
ഉള്ളൊരു ജോലി, അങ്ങനെ ഒരു സാധ്യത നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.